ഹൈ സുന്ദരി, അപ്പനെ കാത്തിരിക്കണോ? ഹലോ. അപ്പോൾ ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ടാ? 2-3 days ഒഫീഷ്യൽ ട്രിപ്പ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി 2 days. അതെ, ഇത് തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ടാണ് വീഡിയോയിലൊന്നും അധികം കാണാത്തത്. അപ്പം ഹാപ്പി ജേർണി. കിൻഡൽ വായിച്ചത് മതി. വരൂ പോവാ. അതെ, ഇതൊരിക്കലും മറക്കില്ല അല്ലേ? ഇതെന്താ സംഭവം അറിയാ? ഇത് വെച്ചിട്ടുണ്ടല്ലോ പ്രാവശ്യം. അത് മറന്നിട്ടില്ല. ഇത് പപ്പ എല്ലാ ആഴ്ചയും 2 ദിവസമെങ്കിൽ 2 ദിവസം, അല്ലെങ്കിൽ 1 ദിവസമെങ്കിൽ 1 ദിവസം പോവുകയാണെങ്കിൽ ഒരു ഹാർട്ട് ഉണ്ടാക്കിയിട്ട് പകുതി ഹാർട്ട് പപ്പയ്ക്കോ പകുതി ഹാർട്ട് വിത്തുകുട്ടി. ഇത് ഞാൻ വിചാരിച്ചിട്ടില്ല ഇന്ന് വെക്കുന്ന. അത് ഓർത്ത് വെക്കും, ഓർത്ത് വെക്കും. ഒരു ഭയങ്കര സംഭവം കേട്ടോ. ഒരു ദിവസം പോലും മറക്കാതെ വെക്കുന്നുള്ളത്. ഇനി പപ്പ വരണ വരെ അതാ ബാക്കിലുണ്ടാവണം അല്ലേ മിത്തുനെ ഓർക്കാൻ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ മിത്തുക്കുട്ടീനെ കൊണ്ടാക്കിയിട്ട് നടക്കാൻ വന്നിക്കുകയാണ്. രാവിലെ ഒരു ജഗ പുകയായിരുന്നു കേട്ടോ. കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു രംഷേട്ടൻ പോകുന്ന തിരക്കും മിത്തുക്കുട്ടീനെ പറഞ്ഞയക്കുന്ന തിരക്കും എല്ലാം കൂടെ ആയിട്ട് ഒരു ജഗ പുക. അപ്പോൾ ഞാനിപ്പോൾ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു പോക്ക് വെയിൽ കൊള്ളാം. പോക്ക് വെയിൽ കൊണ്ടിട്ടൊന്നും കാര്യമില്ല. വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ നമ്മൾ അത്യാവശ്യം 10 മണിയുടെ 3 മണിയുടെ ഇടയിലുള്ള വെയിൽ കൊള്ളണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നാലും അത്യാവശ്യം വെയിൽ കൊള്ളൂലോ. അതുകൊണ്ട് ചെറിയൊരു നടത്തം. നമ്മുടെ തിരിച്ചുള്ള റുട്ടീനൊക്കെ ആരംഭിച്ച സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ദിവസം നടന്നിട്ട് പിന്നെ ജിമ്മിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക് മുതൽ. അപ്പോൾ അതിന് മുന്നേ ഉള്ളൊരു സ്റ്റാമിന കിട്ടാനുള്ളൊരു നടത്തമാണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നടത്തം എന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ അധികമില്ല. ചിലപ്പോൾ പെയ്യും. മഴക്കാറ് ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ, അതിൻ്റെ മണിയടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു തീർന്നില്ല. അതിന് മുന്നേ മഴക്കാറ്. ദൈവമേ, ഞാനാണെങ്കിൽ കുടയെടുത്തിട്ടില്ല കേട്ടോ. പെയ്യണാവോ. ഈ ഒരു സൈഡിലേക്ക് എത്തിയപ്പോഴേക്കും ഇരുട്ട് കുത്തി വരികയാണ്. അപ്പം ഞാൻ വേഗം നടക്കട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും. ഇതുകൊണ്ടാണ് ജിമ്മിൽ ജോയിൻ ചെയ്തത്. അല്ലെങ്കിൽ നടത്തും പിന്നെ 2 ദിവസം മുടങ്ങിയാൽ പിന്നെ അത് മടിയായിരിക്കും. സോ ബാക്ക് ടു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഒരു 1 month 2 months ഗ്യാപ്പിന് ശേഷം തിരിച്ചു പിടിക്കാൻ പോവാണ് നമ്മൾ. അങ്ങനെ ഞാനിതാ നടന്ന് തിരിച്ച് എത്തി. ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവം ഉണ്ടാക്കട്ടെ. അപ്പോൾ നടന്നിവിടെ എത്താറായപ്പോഴേക്കും മഴ ചെറുതായിട്ടൊന്ന് ചാറി. തിരിച്ച് ഞാൻ എൻ്റെ ചിയ സീഡ് സംഭവത്തിലേക്ക് പോവാണ്. ഞാൻ കഴിഞ്ഞ 1 മാസമായിട്ട് നിർത്തിയിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചിയ സീഡ് ഞാൻ സോക്ക് ചെയ്യാൻ മറന്നു. ആക്ച്വലി അതാണ് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. പക്ഷെ സാധാരണ എങ്ങനെ വെച്ചാൽ രാവിലെ നടക്കാൻ പോകുമ്പോൾ അങ്ങനെ വെക്കും. അപ്പോൾ വരുമ്പോഴേക്കും നന്നായി കുതിർന്ന് കറക്റ്റായിട്ടുണ്ടാവും. അങ്ങനെയാണ് ഉണ്ടാവാറ്. അപ്പം ഇന്ന് ഞാനത് മറന്നു. ശരിക്കും 3 ടേബിൾ സ്പൂൺ വരെ ചിയ സീഡ് എടുക്കാമെന്നാണ് പറയുക ഒരു ദിവസം. ഭയങ്കര നല്ലതാണ് ചിയ സീഡ്. അപ്പോൾ ഹൈ പ്രോട്ടീനുമാണ് ചിയ സീഡ്. ഞാൻ എപ്പോഴും എന്താ വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ, ബിഗ്നേഴ്സ് ആണെങ്കിൽ എപ്പോഴും 1 ടേബിൾ സ്പൂണിൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ചിയ സീഡ്. പിന്നെ മെല്ലെ 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 അതൊരു മാസമൊക്കെ കഴിഞ്ഞ് 2 ടേബിൾ സ്പൂൺ, 3 കൂടുതൽ എടുക്കരുതെന്നാണ് പറയുക. കാരണം കൂടുതലായാലും നന്നല്ല. പക്ഷേ 3 ടേബിൾ സ്പൂൺ വരെ. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ചിലർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ബിഗിനേഴ്സ് ഒക്കെ ആകുമ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ. ഞാൻ എപ്പോഴും ഒരു 1.5-2 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഞാൻ യൂസ് ചെയ്യാറില്ല. സ്മൂത്തി രംഷേട്ടനും അതാണ് കഴിക്കാറ്. എല്ലാ പണിയും രാവിലെ 8 മണിയാകുമ്പോഴേക്കും കഴിയും എന്നുള്ളത് പ്ലാനും കാര്യങ്ങളൊക്കെ ഒരു കംപ്ലീറ്റ് ഒരു ചേഞ്ച് ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ചധികം പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പ്ലാനറും മുന്നേ ഉണ്ടായിരുന്നതാണ്, കെട്ടിപ്പുട്ടി വെച്ചിരിക്കായിരുന്നു. അപ്പോൾ അതൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിയ സീഡ് ഇവിടെ നിന്ന് സോക്കാവുന്ന നേരം ഞാനൊന്ന് പോയിട്ട് ഫ്രഷ് ആയി വരട്ടെ. പുറത്ത് പോയി വന്നതല്ല. അപ്പോൾ കുളിച്ചിട്ടാണ് പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പണിയില്ല. വീട്ടിലെ കുറച്ച് അല്ലറ ചില്ലറ പണികളേ ഉള്ളൂ. അപ്പം ഞാൻ കുളിക്കാൻ പോവാണ്. കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. ഇപ്പം മഴക്കാലം മൺസൂണൊക്കെ ആയ കാരണം നമുക്ക് പിന്നെയും തലയിലൊക്കെ ഇങ്ങനെ ഡ്രൈനെസ്, അതേപോലെ ഡാൻഡ്രഫൊക്കെ കൂടി തുടങ്ങി മുഖമൊക്കെ നമുക്കിങ്ങനെ എന്താ പറയുക, മഴയും അതേപോലെ ഡിസംബർ മാസം ആകുമ്പോഴാണ് സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ഒരു ഫീലിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടുള്ള നമ്മുടെ മാമ എർത്തിൻ്റെ നീം മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പാണ്. ഇതിൽ നീമും ഉണ്ട്, അതുപോലെ തന്നെ
ടീ ട്രീ ഉണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ മോയ്സ്ചറൈസേഷൻ അപ് ടു 24 hours വരെയാണ്. അതേപോലെ തന്നെ നീമിൻ്റെ ഗുഡ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ പ്യൂരിഫൈ ചെയ്യാനും പിമ്പിൾസ് കോമ്പാക്ട് ചെയ്യാനൊക്കെ സഹായിക്കും. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നിയർ ബൈ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ മാമത്തിൻ്റെ 1 Day 2024 എന്ന് പറയുന്ന നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% വരെ ഓഫ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മാമത്ത് എന്ന് പറയുന്നത് ആമസോണിലും പേർപ്പിളിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും ഒക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് www.mamaearth.in എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂപ്പൺ കോഡ് 1 Day 2024 എന്നുള്ളത് ആ ഒരു വെബ്സൈറ്റിൽ പോയാലാണ് കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുക. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മാമത്ത് എന്ന് പറയുന്നത് ഇന്ത്യൻ ബ്രാൻഡുമാണ്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്കും കാര്യങ്ങളും എല്ലാതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പം മുഖം മാത്രമേ കഴുകിയിട്ടുള്ളൂ, ഇനി ദേഹം കൂടെ കഴുകാറുണ്ട്. തല പിന്നെ ഞാൻ ഇന്നലെ നല്ല അടിപൊളിയായിട്ട് കേളി റൂട്ടീനും കാര്യങ്ങളൊക്കെ ചെയ്തു. ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമാണ് കേട്ടോ തല നന്നായിട്ട് കുളിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഇന്നലെ ചെയ്തു. അതുകൊണ്ട് ഇന്ന് ആ പരിപാടികളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഒരു ദിവസം കാണിക്കുന്നതായിരിക്കും. കുറേ കാലമായി വിചാരിക്കും അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള. മെയിൻറ്റെയിൻ ചെയ്യലൊക്കെ കണക്കാണ്, അത് വേറെ കാര്യം. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയി കുളിച്ച് വരട്ടെ. അപ്പോൾ കുളിച്ച് വന്നു, തല കുളിച്ചില്ല, മേലൊക്കെ കഴുകി ഒന്ന് റെഡി ആയിട്ട് വന്നു കേട്ടോ. അപ്പം എൻ്റെ ഇവിടെ ചിയ സീഡ് നന്നായിട്ട് സോക്കായിട്ടുണ്ട്. 10 മിനിറ്റ് വെച്ചാൽ മതി. രാത്രി ഒക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് റെഡിയാവും. അത് ഓട്സ് ഒക്കെ ഓവർനൈറ്റ് ഓട്സ് ഇല്ലേ, അത് ചില ദിവസം ഞാൻ കഴിക്കും കേട്ടോ. അപ്പം ഞാനിവിടെ 2 ഡേറ്റ്സും കൂടെ സോയ മിൽക്കിൽ ഇങ്ങനെ കുതിർത്തി വെച്ച്, ഡേറ്റ്സ് അല്ലെങ്കിൽ അരയാൻ കുറച്ച് പണിയില്ലേ. അപ്പോൾ ഒരു 200 ml വരെ സോയ മിൽക്ക് ആൽമണ്ട് മിൽക്ക് ഓർഗേറ്റ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പം എൻ്റെ ഡേറ്റ്സ് ഒക്കെ നന്നായി സോക്കായി. ഇനി ഞാനൊരു പഴം കൂടെ എടുക്കട്ടെ, റോബസ്റ്റ ബനാന. ശരിക്കും ഇതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സും കൂടെ കുതിർത്ത് വെക്കണം. അതായത് ഒരു അരമണിക്കൂറൊക്കെ കുതിർത്താൽ മതിയാവും. ഓവർനൈറ്റ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം. ഇതിപ്പോൾ അടിച്ച് ഇങ്ങനെ സ്മൂത്തി പോലെ കഴിക്കല്ലേ. അപ്പോൾ ഒരു പഴം ഇട്ടിട്ടുണ്ട്. ഇനി നന്നായി ബ്ലെൻഡ് ചെയ്യുക. ചിയ സീഡ്സ് ഇനഫാണ് ആക്ച്വലി, നല്ല ഹൈ പ്രോട്ടീൻ കിട്ടും. പക്ഷേ നമ്മൾ കുറച്ച് തടി വെക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ അതിൽ ഓട്സ് ചേർക്കണം. പിന്നെ അതുപോലെ തന്നെ 2 മുട്ട കഴിക്കണം. ഇനിയിപ്പോൾ കൊളസ്ട്രോൾ സംഭവങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എഗ്ഗ് വൈറ്റ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഇവിടെ 2 എഗ് വൈറ്റും കൂടെ ശരിക്കും കഴിക്കണം, എന്നാലാണ് ആ ഒരു കാലറി കറക്റ്റ് ആവുള്ളൂ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞപ്പോൾ വിശക്കണില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ 11 മണിക്ക് എങ്ങാനും എഗ് വൈറ്റ് കഴിച്ചു എന്ന് വരും. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറ്റുമെങ്കിൽ ഷോർട്സ് ആയിട്ട് ഒരു ഫുൾ ഡേ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നൊക്കെ ഇടാം. എല്ലാ ദിവസവും ചിലപ്പോൾ ഞാൻ മറക്കും. രാവിലത്തെ ഞാൻ ഷൂട്ട് ചെയ്യും, ഉച്ചയ്ക്കത്തെ ഞാൻ മറക്കും. അപ്പോൾ ആ ദിവസത്തെ മൊത്തം പോയില്ലേ, അതുകൊണ്ടാണ് പ്രശ്നം, ഞാൻ മറന്നു പോവാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു 8 days ഒക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൗണ്ട് ചെയ്തപ്പോൾ 8-9 days ആയിട്ടേ ഉള്ളൂ ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം തന്നെ ഞാൻ 2 കിലോ കുറഞ്ഞു കേട്ടോ. ഞാൻ പെട്ടെന്ന് തടി കുറയും, ഞാൻ ബലൂണ് പോലെയാണ്. അതായത് പെട്ടെന്ന് തടിക്കും. അതൊരു ഭയങ്കര പ്രശ്നമാണ് ആക്ച്വലി. ഇങ്ങനെ തടി കുറയും കൂടും ചെയ്യുന്ന ആൾക്കാരുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു കണക്കിന് നല്ലതുമാണ്. കാരണം ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവർക്കൊക്കെ 3 കിലോ കുറയ്ക്കുന്നുണ്ടോ. പക്ഷേ 3 കിലോ 4 മാസമായാലും കുറയണില്ല. അത് നല്ല ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അതും ബുദ്ധിമുട്ടല്ലേ. തടി കുറയാൻ ബുദ്ധിമുട്ടുള്ളവർ. എനിക്ക് പിന്നെ പെട്ടെന്ന് തടി കുറയും, പക്ഷെ അതേപോലെ തന്നെ കൂടും. ചില ആളുകൾ ഇപ്പോൾ രംഷേട്ടനെ പോലെയുള്ളവരൊക്കെ എന്താ വെച്ചാൽ എത്ര ഭക്ഷണം വെച്ചാലും കൂടുന്നില്ല. അപ്പോൾ അവർക്ക് വെയിറ്റ് കൂട്ടാൻ, ഇപ്പം എനിക്ക് തന്നെ അറിയാം ഒരുപാട് പേര് കമൻറ്റ് പല യൂട്യൂബിലൊക്കെ എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാം എന്നുള്ള കുറേ വീഡിയോസ് അല്ലേ. അപ്പം ഞാൻ ആലോചിക്കും അവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പറയണത് ഒരുപാട് ഭക്ഷണം കഴിക്കണം, 5 നേരം ഭക്ഷണം കഴിക്കണതൊക്കെ. അപ്പം ഞാൻ ആലോചിക്കും മനുഷ്യന് ഇവിടെ 3 നേരം കഴിക്കാനും പാടുള്ളൂ, അത് കുറച്ച് കഴിക്കണം, എന്നിട്ട് വേണം മെലിയാൻ. അപ്പോൾ വെയിറ്റ് കൂട്ടേണ്ടവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട്. എല്ലാവരുടെ കാര്യം ഭയങ്കര ഇഷ്ടം. രംഷേട്ടനാണെങ്കിലും സത്യം പറഞ്ഞാൽ വെയിറ്റ് കൂട്ടണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ കൂടണ്ടേ, കൂടുന്നില്ല വെയിറ്റ്. ഞാൻ കഴിക്കുന്നതിൻ്റെ ഇരട്ടി കഴിച്ചാൽ കൂടുന്നില്ല. അപ്പോൾ എക്സ്ട്രാ ഭക്ഷണം കഴിക്കണം, 5 നേരമായിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഈ 5 നേരം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്നാക്സും ഈവനിങ്ങും ഒക്കെ കൊടുത്തേക്കുന്നുണ്ട്. പ്ലസ് വർക്കൗട്ടും വേണം. വെയിറ്റ് കൂട്ടാനും മസിൽ ഗെയിൻ ഭയങ്കര. കാരണം നമുക്ക് ചിലവർ തടിക്കില്ല, അവരെ കയ്യും കാലൊന്നും തടിക്കില്ല. അപ്പോൾ അവരെന്ത് ചെയ്യണം, അപ്പോൾ അവർ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് മസിൽ വെക്കണം. മസിൽ വെക്കുമ്പോൾ കുറച്ച് തടി ഇതാവുമല്ലോ. അത് മാത്രമേ തടി കുറഞ്ഞവർക്കും ഓപ്ഷനുള്ളൂ, തടി കൂടിയവർക്കും അത് തന്നെയാണ് ഓപ്ഷനുള്ളൂ. അപ്പം ഇതെല്ലാം അപ്പം തടി എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഹെൽത്ത് എന്നുള്ളതാണ് കേട്ടോ. അതായത് ചിലപ്പോൾ എനിക്കൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തടി കുറയ്ക്കണ്ട, ഇതാണ് ഭംഗിന്ന്. പക്ഷേ ഭംഗിയല്ല ആക്ച്വലി. എനിക്ക് തടി കുറയ്ക്കണം. ഡോക്ടർ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു എനിക്ക് കുറച്ചേ പറ്റൂ തടി എന്നുള്ളത്. അപ്പം ഞാനത് നോക്കണം. കാരണം എനിക്ക് അല്ലെങ്കിൽ ഹോർമോണൽ പ്രോബ്ലംസ് കൂടും, ഫാറ്റ് കൂടുമ്പോൾ അത് കൂടും. അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ വരും. അപ്പം അതുകൊണ്ട് എനിക്ക് തടി കുറച്ചേ പറ്റൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ 2 കിലോ ഇപ്പം തന്നെ കുറഞ്ഞു. അത് പിന്നെ ബോഡി വെയിറ്റ് ആയിരിക്കും എന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊരു 3 മാസം കൊണ്ടൊക്കെ ഞാൻ സുഖമായിട്ട് എൻ്റെ
പെട്ടെന്ന് തടി കുറയുന്ന ടൈപ്പാണ്. അപ്പോൾ പക്ഷെ നാട്ടിൽ പോകുമ്പോഴാണ് പ്രശ്നം. ഒന്നാമത് നമ്മുടെ കറക്റ്റ് ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല നാട്ടിൽ. പിന്നെ ദോശ ഇഡ്ഡലി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഡയറ്റീഷ്യൻ ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആവണം, നമുക്കത് വാങ്ങണം. പിന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും കൂടി ആകുമ്പോൾ ഒരാൾക്ക് മാത്രം സെപ്പറേറ്റ് ഫുഡൊന്നും നടക്കില്ല. ഇവിടെ പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവർക്കും ഒരേ ടൈപ്പ് ഓഫ് ഫുഡാണ് ഞാൻ ഉണ്ടാക്കുക. എൻ്റെ ഡയറ്റിനുള്ള അതേ ഫുഡ് തന്നെയാണ് ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കുക. ആക്ച്വലി ഡയറ്റ് ഫുഡ് എന്ന് പറഞ്ഞാലാണ് ഏറ്റവും നല്ല ഫുഡ്. നല്ല പ്രോട്ടീനും നല്ല സാധനങ്ങളും ചിക്കനും മീനും ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് അത് നമുക്ക് എല്ലാവർക്കും കൊടുക്കണോണ്ട് കുഴപ്പമില്ല. ഈ ചോറും ദോശയൊക്കെ കുറച്ച് കഴിക്കുന്നതല്ല ഡയറ്റ് ഫുഡ്. ഡയറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. അപ്പം അത് ഇവിടെ എല്ലാവർക്കും കൊടുക്കും. ഞാൻ കുറച്ച് കഴിക്കും, അവരത് കൂടുതൽ കഴിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഡയറ്റ്, ഞാൻ ഈ ഭക്ഷണം ഒന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡയറ്റിന് ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ട്. ഡോക്ടർ പറഞ്ഞതിനനുസരിച്ചും ഞങ്ങളുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചും ഉണ്ടാക്കിയ ഒരു പ്ലാൻ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബനാന ചിയ സീഡ് സ്മൂത്തി. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവമാണ്. ബനാനയും ഡേറ്റ്സൊക്കെ കൂടെ അടിച്ച് സോയാ മിൽക്കിൽ പിന്നെ ചിയ സീഡും കൂടെ ഇട്ടു. ഇതിൽ പറഞ്ഞ പോലെ ഓട്സും കൂടെ ഇട്ടാൽ ശരിക്കും കറക്റ്റായി. പിന്നെ 2 എഗ് വൈറ്റും കൂടെ കഴിക്കണം. അങ്ങനെയാണ് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റേതായ കുറച്ച് സമയത്തിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നുള്ളത് ഒരു ഡയറിയിൽ എഴുതി ഉണ്ടാക്കുകയാണ്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് രംഷേട്ടനാണ് ആക്ച്വലി എന്നെ പഠിപ്പിച്ചത്. രംഷേട്ടൻ ഞാൻ സത്യം പറഞ്ഞാൽ അത്ര കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല, കാരണം എനിക്ക് കുറച്ച് മടിയാണ്. രംഷേട്ടൻ അങ്ങനെയല്ല, ഭയങ്കര കറക്റ്റായിട്ട് ഈ വക കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. അപ്പോൾ ഇങ്ങനെ ചാനൽ തുടങ്ങിയ സമയം മുതലേ എന്നെ പഠിപ്പിച്ചൊരു കാര്യം. അതിനുശേഷം എഡിറ്റിങ്ങും കാര്യങ്ങളും ഞാനിത് മൈക്ക് ടെസ്റ്റിംഗ് പറഞ്ഞ ഇതിലാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കാറ്. ഇത് ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള രാജ്മ കറിയാണ്. അപ്പോൾ അതിൻ്റെ ഷോർട്സ് പോലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ എന്തായാലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ചപ്പാത്തിയും രാജ്മയും പണികളൊക്കെ രാവിലെ തന്നെ ചെയ്ത കാരണം കുറച്ചും കൂടി എളുപ്പമാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. പല ടൈപ്പ് ഓഫ് രാജ്മയുണ്ട് ഇവിടെ, പല തരത്തിൽ കളറിലും പല വലുപ്പത്തിലൊക്കെ കിട്ടും. അപ്പോൾ അത് ഏതാണ് നമുക്ക് അവൈലബിൾ അയച്ചാൽ അത് വെച്ചിട്ട് കറി ഉണ്ടാക്കി കഴിക്കാം. നല്ല ടേസ്റ്റി കേട്ടോ. അപ്പോൾ ഇതാ ഈ ഫ്രിഡ്ജിൽ ഒട്ടിച്ചിരിക്കുന്ന ഇതാണ് ഞാൻ പറഞ്ഞ ആ സംഭവം കേട്ടോ, പ്ലാനർ. ഇത് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു മാഗ്നറ്റ് ടൈപ്പാണ്, ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഫ്രിഡ്ജിൽ ഒട്ടിക്കുന്നത് കുറേ ആയി. അപ്പോൾ ഇതിലാണ് ഞാൻ ഇതുണ്ട് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത് ഫുഡിൻ്റെ അല്ല, എന്ത് വേണമെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ, അങ്ങനത്തെ ഒരു സംഭവം. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് ഇവിടെ എന്തൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ അടിയിലായ കാരണം ഈ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ആവും. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് എഴുതിയത്. പെർമനൻറ്റ് മാർക്കർ അത് കഴിഞ്ഞു ഇതിൽ എഴുതുന്നത്, അത് വായിക്കാനുള്ളതുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കാരണം തൽക്കാലം ഒരു ഇത് വെച്ചിട്ട് എഴുതിയത്. പെർമനൻറ്റ് മാർക്കർ ഇനി വാങ്ങിയിട്ട് വേണം. അപ്പോൾ 3 പേരുടെയും കൂടെ ഇഷ്ടം. മൺഡേ ടു ഫ്രൈഡേ ഞാനും രംഷേട്ടനും ഓട്സ് സ്മൂത്തി പ്ലസ് എഗ് വൈറ്റ് ആണ് കേട്ടോ. കാരണം മിത്തുകുട്ടിക്ക് എന്താണോ ലഞ്ച് അത് തന്നെയാണ് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുക. ടു ഫ്രൈഡേ അതാവാന്ന് വിചാരിച്ചു. ഇത് എല്ലാ ആഴ്ചയും മാറ്റണം എന്നുണ്ട്. നടക്കുമെന്നറിയില്ല. എവറി ഫ്രൈഡേ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഡിസ്കസ് ചെയ്ത് അടുത്ത ആഴ്ചയ്ക്ക് എന്താണ് വേണ്ടത് എന്ന് തീരുമാനിക്കും. ഇത് ജസ്റ്റ് 1 വീക്കിൻ്റെ ഒരു പ്ലാനാണ്. ഇത് ഇതുവരെയൊക്കെ സക്സസ് ആയി പോയിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. പിന്നെ ലഞ്ച് എന്നും എന്തെങ്കിലും പനീർ, രാജ്മ, പിന്നെന്താ മഷ്റൂം, അങ്ങനെ മെത്തി, അതായത് പ്രോട്ടീൻ അടങ്ങിയ ലഞ്ചായിരിക്കും എന്നും. 11 മണിക്ക് പിന്നെ മിത്തുകുട്ടിക്ക് ഫ്രൂട്ട്സ്, മഖ്ന, സ്പ്രൗട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ രമേശേട്ടനും കൊടുക്കാൻ പറഞ്ഞു. രാവിലെ എന്തായാലും സൺഡേ ആയിട്ട് വെള്ളപ്പോ നൂൽപ്പിട്ടോ അങ്ങനെ ഓരോ ആഴ്ച മാറി വരും. കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ വെള്ളപ്പം മുട്ടക്കറി ഉണ്ടാക്കിയത്. സാറ്റർഡേ ഇഡ്ഡലിയും ദോശ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അത് വരും. അപ്പോൾ ഇതാണ് തൽക്കാലം ഇപ്പോഴത്തെ പ്ലാൻ. കുറച്ചും കൂടി ഈസിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചപ്പോൾ മൺഡേ ആകുമ്പോൾ തന്നെ ഞാൻ ഒരാഴ്ചയ്ക്ക് അങ്ങനെ വാങ്ങിച്ചു വെക്കുകയല്ല കേട്ടോ ചെയ്യുക. കാരണം ഇവിടെ ഞാൻ എന്നും രാവിലെ നടക്കാൻ പോകും, വൈകിട്ടും പോകും, പുറത്ത് പോകുമ്പോൾ അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങിക്കുകയാണ് ചെയ്യുക. അപ്പോൾ താഴെ അങ്ങനത്തെ ഇല്ലെങ്കിലൊക്കെ ഒരാഴ്ചയ്ക്കുള്ള സാറ്റർഡേ പോയിട്ട് നമുക്ക് വാങ്ങിക്കൊണ്ടുവരാം. പക്ഷേ എന്തായാലും എന്നും ഞാൻ നടക്കാനും മിത്തുവിനെ ക്ലാസ്സസിനെ കൊണ്ടാക്കാനായിട്ട് എന്നും ഞാൻ പുറത്ത് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഫ്രഷ് ആയിട്ട് വെജിറ്റബിൾസ് ആയാലും സാധനങ്ങളൊക്കെ ആയാലും വാങ്ങിക്കാമല്ലോ. വെറുതെ ഇങ്ങനെ ഒരാഴ്ചയ്ക്ക് വാങ്ങി ഫ്രിഡ്ജിൽ വെക്കേണ്ടല്ലോ എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ്. അതായത് എനിക്ക് ഭയങ്കര ഈസി. അതായത് നാളെ എന്തൊക്കെയാണ്, ഓക്കെ നാളെ മഖ്ന വേണം, അതായത് ലോട്ടസ്, അത് പിന്നെ ഇവിടെ സ്ഥിരമുള്ളതാണ്. അത് ഞാൻ പണ്ടും യൂസ് ചെയ്യുന്നതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നാളെ പനീർ വേണോ, അല്ലെങ്കിൽ രാവിലെ എനിക്ക് ഓർമ്മ അയ്യോ ഇന്ന് പനീർ, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും അയ്യോടെ ഒന്ന് എന്തുണ്ടാക്കുക, അപ്പോൾ കടല വെള്ളത്തിലിട്ടുണ്ടാവില്ല. ഇതൊരു സംഭവം നല്ല അടിപൊളി ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്തോക്കാം. ഞാൻ പ്രത്യേകിച്ചും ജോലിക്ക് പോകുന്നവരുടെ കാര്യമാണ് കൂടുതലായിട്ട് ഇങ്ങനെ എല്ലാവരും ഇത് ഫോളോ ചെയ്യണമെന്നല്ല പറഞ്ഞാൽ, വർക്കിംഗ് വുമൻസിന് ഇത് ഭയങ്കര ഉപകാരമായിരിക്കും. ഈ വീട്ടിലിരിക്കുന്നവർക്ക് തന്നെ അവരവരുടെ പാഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഈ ഒരു സംഭവം മെത്തേഡ് ഫോളോ ചെയ്ത് ഫുൾ ടൈം അടുക്കളയിൽ നിൽക്കേണ്ട പരിപാടി ഒന്ന് കുറയ്ക്കാം. അപ്പം ലഞ്ച് ടൈമായി എൻ്റെ ഊണും ഉറക്കവും എല്ലാം ഇവിടെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. വർക്കും അതുപോലെ ഭക്ഷണം കഴിക്കലും എല്ലാതും ഒരു സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ അതാകുമ്പോൾ ലാപ്ടോപ്പ് എടുത്ത് അങ്ങോട്ട് വയ്ക്കും, ഇതെടുത്ത് ഇങ്ങോട്ട് വയ്ക്കും. ഇതാണ് എനിക്ക് കംഫർട്ട് പ്ലേസ് എന്ന് പറയില്ലേ, അങ്ങനെ ഒരു കംഫർട്ട് പ്ലേസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാതും ഇവിടെ തന്നെ ഇരിക്കുന്നത്. ഇനി പുതിയ വീട്ടിൽ നമുക്ക് കറക്റ്റ് ഒരു വർക്ക് പ്ലേസും അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെതായ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലൈറ്റും എല്ലാതും ഉള്ളതുകൊണ്ട് അവിടെ ചെന്നാൽ എല്ലാം മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെയാണ് ചപ്പാത്തിയും രാജ്മയും. ഹായ്, സാലഡ്, കുക്കുംബർ സാലഡ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. മിത്തുകൂട്ടർ ഫേവറേറ്റ് ആട്ടോ ഈ രാജ്മാക്ക്. പണികളെല്ലാം ഏകദേശം കഴിഞ്ഞു, എഡിറ്റിങ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ടിക്കിടുന്ന ചെക്ക് ലിസ്റ്റ് സംഭവം, അതിലിനി സ്വരയുടെ അപ്ഡേറ്റ് ബാക്കിയില്ല. അത് ഞാൻ സാരി ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ സാരി ഡ്രൈ ക്ലീൻ ചെയ്യണം. സാരിയും ഒന്ന് ഡ്രൈ ക്ലീനൊക്കെ ചെയ്തിട്ട്, അപ്പോൾ അത് ഡ്രൈ ക്ലീൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കേരള സാരി ആയതുകൊണ്ട് അത് എത്രത്തോളം അത് സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. ഇവിടെ 1-2 പ്രാവശ്യം കൊടുത്തിട്ടേ എൻ്റെ കസവൊക്കെ നാശമായിട്ടില്ല. അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് നോക്കണം, അതിൻ്റെ റേറ്റ് നോക്കണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ട്. സ്വരയുടെ തൽക്കാലം വേറെ ഏതെങ്കിലുമൊക്കെ ഞാൻ സാരിയാണ് എനിക്കത് അപ്ഡേറ്റ് ചെയ്യാനിട്ട്, നല്ല അടിപൊളി സാരീസാണ്. അപ്പോൾ ഇങ്ങനെ തൽക്കാലം വേറെ ടോപ്സൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനൊരു ഇതിൽ വായിച്ചതാണ്, അതായത് ഫുഡ്, അതായത് ഭക്ഷണവും ക്ലീനിങ്ങും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവാനേ പാടുള്ളൂ, അത് നമ്മുടെ ജീവിതമാവാൻ പാടില്ല. അതെനിക്ക് ഭയങ്കര സത്യമല്ലേ അല്ലേ. അതായത് ഫുഡും ക്ലീനിങ്ങും ഒക്കെ നമ്മുടെ ലൈഫിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പാടാത്ത, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ക്ലീൻലിനെസ്സും ഭക്ഷണം ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് അതിൻ്റെ ഒരു ഭാഗമാവാനേ പാടുള്ളൂ, അതൊരിക്കലും നമ്മുടെ ജീവിതമായി മാറരുത് എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളെന്തോ, അതായത് ചില ആളുകളുണ്ട് രാവിലെ മുതൽ രാത്രി വരെ അടുക്കളയിൽ എല്ലാവർക്കും വെച്ച് വിളമ്പി. അപ്പം എന്തായി, അത് നമ്മുടെ ജീവിതമായി. പക്ഷെ അതിലൂടെ ഓക്കെ ഇൻകം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്, അത് നമ്മുടെ ജീവിത മാർഗ്ഗമാണ്. ഇപ്പം എൻ്റെ കുക്കിംഗ് ആണ് എൻ്റെ ബിസിനസ് എന്നുണ്ടെങ്കിൽ അതെൻ്റെ ജീവിത മാർഗ്ഗം. പക്ഷെ എൻ്റെ ജോലി വേറെ ആണെങ്കിൽ ആ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് രാവിലെ മുതലേ കുക്കിങ്ങും രാവിലെ മുതലേ ക്ലീനിങ് എന്നുള്ളത് നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യും എന്നാണ് ശാസ്ത്രം പറയുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അത് കഴിക്കില്ല, ഇയാൾ ഇതേ കഴിക്കുള്ളൂ, മറ്റാൾ അതേ കഴിക്കുള്ളൂ. ഇതിങ്ങനെ ആരാണോ എല്ലാവർക്കും അവരവർക്ക് എന്താണോ ഇഷ്ടം അവരവരുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഓക്കെ. അതല്ല വീട്ടിൽ ഒരാളാണ് അത് ചെയ്യുന്നതെങ്കിൽ അയാളുടെ സൗകര്യം കൂടെ നോക്കിയിട്ട് എന്താണോ ഉണ്ടാക്കുന്നത് അത് മാത്രം കഴിച്ച് എണീറ്റ് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അത് ഉണ്ടാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരെയും എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഭാഗ്യമാണ്. കാരണം രമേശേട്ടനാണെങ്കിലും അതിന് നിർബന്ധമൊന്നുമില്ല, മിത്തുകുട്ടിയാണെങ്കിലും എന്തും കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നുമില്ല. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും ഞാൻ വാരി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എന്തായാലും കഴിച്ചോളൂ. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അതൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവമില്ല. വീട്ടിലെ ഫുഡാണ് കൂടുതൽ, ഹോട്ടലിലെ ഫുഡിനേക്കാളും വീട്ടിലെ ഫുഡ് ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ്. പുറത്ത് പോയി കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ വീട്ടിൻ്റെ ഉള്ളിൽ ഫുഡ് കഴിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു സംഭവം എന്താ പറയുക, വിഷയം നമ്മൾ തെന്നി മാറി. എന്നാലും ഞാൻ പറയാം, അടുക്കള എന്നുള്ളത് നമ്മുടെ ഒരു ജീവിതമാക്കരുത്, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് എന്തിലാണോ പാഷൻ, നമുക്ക് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് തുന്നൽ ഇഷ്ടമാണ്, നമുക്ക് അതിഷ്ടമാണ്, ഇതിഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണെങ്കിൽ അടുക്കള എന്നുള്ളത് ഒരു ഇത്ര % ഉള്ളിൽ പണി കഴിച്ച് തീർത്ത് പുറത്തേക്ക് വന്ന് ബാക്കി ഇപ്പം എൻ്റെ 8 മണിയാകുമ്പോഴേക്ക് രാവിലത്തെ പണി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഈവനിങ് വരെ എനിക്ക് എൻ്റെ വർക്കിലും അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയ ബിസിനസ്സിൻ്റെ കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് അങ്ങനെ ആരും ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിക്കണം. അങ്ങനെ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. പിന്നെ ഞാൻ അധികം സംസാരിക്കുന്നില്ല. നല്ല ടേസ്റ്റുള്ള രാജ്മാ കറി ഞാൻ ഉണ്ടാക്കിയിട്ട് പറയല്ല, നല്ല ടേസ്റ്റിൻ്റെ ചോറ് കൂട്ടി കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പം മിത്തുക്കുട്ടി ഉച്ചയ്ക്ക് ശേഷം സ്കൂളിൽ നിന്ന് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രോയിങ് ക്ലാസ്സിന് കൊണ്ടാക്കി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. ഞാൻ ഡിന്നറൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം മിത്തുവിനെ
തിരിച്ച് കൊണ്ടുവന്നു കേട്ടോ. അതാണ് ഇപ്പോൾ ഇത്രയും ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചു. 2 മണിക്കൂറിൽ 6 മണി മുതൽ 8 മണി വരെയാണ്. സാധാരണ 8 മണിയാകുമ്പോൾ രംഷേട്ടൻ ഓഫീസിൽ നിന്ന് വരുന്ന ടൈം ആയതുകൊണ്ട് അപ്പം മിത്തുവിനെ എടുത്തിട്ട് വരികയാണ് ചെയ്യാറ്. എനിക്ക് കൊണ്ടേക്കേണ്ട ഡ്യൂട്ടി മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ രംഷേട്ടൻ ഇതുപോലെ ഇല്ലാത്ത ദിവസം ഇപ്പോൾ 2-3 ഡേയ്സ് ആഴ്ചയിൽ എന്നുള്ള പറഞ്ഞ പോലെ ഇല്ലാത്ത ദിവസമാകുമ്പോൾ ഞാൻ തന്നെ കൊണ്ടുവരണം. അപ്പം മിത്തുക്കുട്ടിക്ക് എന്തൊക്കെയോ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഷോപ്പിൽ വന്നിരിക്കുകയാണെങ്കിൽ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു കേട്ടോ. സമയം 8:30. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞൊരു 8:45 വീട്ടിലെത്തിയപ്പോൾ കുട്ടിക്ക് നാളെ മാത്സ് CT ആണ്. അപ്പോൾ ഞാൻ കുറച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കൊടുത്തതാണ് എക്സാം പോലെ. അപ്പോൾ ഞാനും മിത്തുക്കുട്ടിയും കൂടെ അതിരുന്ന് ചെയ്യാണ് കേട്ടോ. ഞാൻ മിത്തുക്കുട്ടിയല്ല, ഞാൻ കൊടുക്കും, മിത്തുക്കുട്ടി ചെയ്യും അല്ല മിത്തു? അപ്പോൾ ഇപ്പോൾ 8th ആയതുകൊണ്ട് നല്ല പഠിക്കാനുണ്ട്. ICSE ബോർഡും കൂടെ ആയ കാരണം പറയും വേണ്ട, മാത്സൊക്കെ എൻ്റെ പിടിവിട്ട് പോകുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞു, മിത്തു ട്യൂഷന് ചേർത്താലോ എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അപ്പം മിത്തു പറഞ്ഞു ഈ കൊല്ലം കൂടെ ഇങ്ങനെ പോട്ടെ എന്ന്. കാരണം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഇപ്പോൾ പിന്നെ ChatGPT ഉള്ളതുകൊണ്ട് സുഖം കേട്ടോ. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ടൊക്കെ ഉള്ളത് നമുക്ക് നന്നായി മനസ്സിലാവും. ഈവൻ ഫിസിക്സൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അതെ ടച്ച് വിട്ട് പോയില്ലേ, നമ്മൾ ട്യൂഷൻ എടുക്കുന്ന സമയത്തും അതൊക്കെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതല്ലെങ്കിൽ ടച്ച് വിട്ട് പോയി. പക്ഷേ ChatGPT ഉള്ളത് കൊണ്ട് നമുക്ക് ഒന്നോട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി, ക്ലിക്കാവും. അപ്പോൾ മിത്തുവിനും അതേ നന്നായി മനസ്സിലാവുന്നുണ്ട്. അപ്പം മിത്തു പറയണ ട്യൂഷൻ വേണ്ട, നോക്കാം, ഒരു 10th 9th വരെ നോക്കാം എന്നുള്ളതാണ് മിത്തുവിൻ്റെ ഒരു ഇത്. കാരണം ട്യൂഷൻ വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ഫുൾ മാർക്ക് എന്നുള്ള രീതിയിൽ മാത്സും സയൻസും ഞാൻ എപ്പോഴും മിത്തുവിനോട് പറയും ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. ബാക്കിയൊക്കെ നമുക്ക് എത്രയായാലും അതിനൊരു പരിധിയുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഫുൾ മാർക്ക് എല്ലാത്തിനും കിട്ടും. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ലാംഗ്വേജസിനൊന്നും ഫുൾ മാർക്ക് പോയിട്ട് ഒരു 5-6 മാർക്കൊക്കെ കുറഞ്ഞിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല, അപ്പോൾ എല്ലാത്തിലും ഫുള്ള് കിട്ടും. അത് കുട്ടികളുടെ കഴിവാണ്, അല്ലാതെ മാർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടല്ല. കുട്ടികൾ നമുക്കറിയാലോ കുട്ടികളെ പഠിക്കാൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, അല്ലാതെ ഈസി ആയിട്ട് വെറുതെ വാരിക്കോരി മാർക്ക് കൊടുക്കുക എന്നുള്ളത് എന്തായാലും CBSE-യിലും ICSE-യിലും എന്തായാലും അങ്ങനെ അല്ലാന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം പഠിക്കുന്നുണ്ടല്ലോ, നമ്മൾ കാണുന്നതല്ലേ കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിക്കണം, അപ്പോൾ അതിനെ നമ്മൾ വാല്യൂ ചെയ്യണം. അപ്പോൾ മാത്സും സയൻസൊക്കെ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ പെർസെൻറ്റേജ് ഠം എന്ന് പറഞ്ഞ് നമുക്ക് കൂട്ടാൻ പറ്റും. അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എല്ലാവർക്കും മാത്സും സയൻസിലും നല്ല മാർക്ക് വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ പറയണില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് മാത്സും സയൻസും ആയിരുന്നു. ഫിസിക്സ് ആയിരുന്നു കൂടുതൽ. കാരണം എനിക്ക് ഈ ലാംഗ്വേജ് അതേപോലെ ഹിസ്റ്ററി ജോഗ്രഫി ഒന്നും എനിക്ക് ഇഷ്ടേ ആയിരുന്നില്ല. ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ഒരു സംഭവം ഇഷ്ടമല്ല. പക്ഷെ ഇങ്ങനെ സോൾവ് ചെയ്ത് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിത്തു നേരെ തിരിച്ചാണ്. മിത്തുവിന് ഈ ലാംഗ്വേജ് അതുപോലെ ഹിസ്റ്ററി ജോഗ്രഫി അങ്ങനെ വായിച്ച് പഠിക്കുന്നതാണ് മിത്തുവിന് കൂടുതൽ ഇഷ്ടം. രംഷേട്ടനും അങ്ങനെയായിരുന്നു എന്ന് രംഷേട്ടൻ പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കും. മിത്തുവിന് ഇങ്ങനെ കുറേ എഴുതാനും, പിന്നെ മിത്തു നന്നായി വായിക്കുന്ന കുട്ടിയല്ല, അപ്പോൾ കുറേ വായിക്കാനും കുറേ എഴുതാനും അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടിയാണ്. ഇരുന്ന് പഠിച്ചോളും. പക്ഷേ സയൻസ് അവൾക്ക് വലിയ ഇഷ്ടമല്ല. മാർക്കുണ്ട്, മാർക്കിന് വേണ്ടി മാർക്ക് വാങ്ങും, പക്ഷെ പഠിക്കാൻ ഇഷ്ടമല്ല എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി 10th ആകുമ്പോൾ എന്താവും എന്നറിയില്ല, മാറുമോ അഭിപ്രായം എന്നൊന്നും. അപ്പം ഞാൻ അങ്ങനെ ട്യൂഷനൊക്കെ വിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന സബ്ജക്റ്റാണ് മാത്സ് ആൻഡ് സയൻസ് എന്നുള്ള ഒരു ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം എന്തെങ്കിലും വെറുതെ നമ്മളായിട്ട് ഒരു 6-7 മാർക്ക് ഇറങ്ങിയ പെർസെൻറ്റേജ് കുറയ്ക്കണ്ടല്ലോ, അതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറയുമെങ്കിലും ഇപ്പോൾ എല്ലാതും കാര്യം തന്നെയാണ് നെക്സ്റ്റ് അഡ്മിഷൻ കിട്ടാനൊക്കെ. അപ്പോൾ ഓരോരുത്തർക്ക് അവരവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിൽ പഠിക്കട്ടെ. അപ്പം മിത്തുവിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇത് പ്രകാരം മിത്തുവിന് സയൻസ് ഒട്ടും ഇഷ്ടമല്ല എന്നാണ് മിത്തു പറയുന്നത്. മാർക്ക് ഞാൻ വാങ്ങിക്കുമേ ഫുള്ള്, പക്ഷേ എനിക്ക് സയൻസ് പഠിക്കാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് 10 ഞാൻ പറഞ്ഞു 10 എത്തുമ്പോൾ നീ അത് മാറില്ലേ നോക്ക്, മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഗ്രൂപ്പ് എടുക്കാം. അത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും പഠിക്കണം. ഇപ്പോൾ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിൻ. നല്ലോണം പഠിക്കാനും ഉണ്ട്. അപ്പോൾ ഹോംവർക്കും എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ഹെക്ടിക് സ്കെഡ്യൂളാണ് മിത്തുവിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാത്തൊന്നും വിട്ട് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കാൻ പറ്റില്ല. കാരണം 8th എത്തി, അവർ തന്നെ പഠിച്ചോളും എല്ലാതും ചെയ്യിച്ചാലും നമ്മുടെ ആവശ്യം. ഇപ്പോൾ മിത്തു എപ്പോഴും രാത്രി കുറേ നേരം ഇരിക്കുമ്പോൾ ഞാനും കൂടെ ഇരിക്കും. ഞാൻ ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല, പക്ഷേ എന്നാലും എനിക്കെന്തോ ഇങ്ങനെ മിത്തോടെ അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പഠിക്കണതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വെറുതെ ചിലപ്പോൾ കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ മിത്തു അമ്മ പോയി കിടന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളിങ്ങനെ ആവശ്യമുള്ള സമയമാണ് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ പ്രസൻസ് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒക്കെ മിത്തുക്കുട്ടി പോകുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ എന്താ പറയുക റിസൾട്ടും PTM-ഉം എക്സാമും എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു രംഷേട്ട പറഞ്ഞ പോലെ ദിലീപ് സിനിമയിൽ പറഞ്ഞ പോലെ 10-20 വയസ്സ് വരെ കഷ്ടകാലം ഇതുമാണ്, പിന്നെ അത് ശീലമായിക്കോളൂ എന്ന് പറഞ്ഞ പോലെ. മിത്ത് പറഞ്ഞു 10th കഴിഞ്ഞാൽ ഫ്രീ ആവുക. ഞാൻ പറഞ്ഞേ 10th കഴിഞ്ഞാൽ തുടങ്ങുകയുള്ളൂ. അപ്പോൾ 12th കഴിഞ്ഞാൽ പിന്നെ ശീലമായിക്കോളും. പിന്നെ എന്താണോ നമ്മൾ പഠിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടിയ രംഷേട്ട പറഞ്ഞ പോലെ ജോലി കിട്ടിയാൽ പിന്നെ വളരെ നല്ല രസമായിരിക്കും ലൈഫ്. അതുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാലം എന്ന് പറയുന്നത് 10th വരെയുള്ളൂ.
10th കഴിഞ്ഞാലാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ പറയും 10ാം ക്ലാസ്സാണ് ഏറ്റവും വലുതെന്ന്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10 വരെ ഉള്ളൂ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അതുവരെ നമ്മൾ എൻജോയ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ കഷ്ടപ്പാട് ദരിദ്രം എന്ന് പറയുന്ന പോലെ പിന്നെ ജോലി കിട്ടിയാൽ അതിൻ്റേതായ ഏതാളാ ജോലി കിട്ടി എൻജോയ് ചെയ്യുക, എല്ലാത്തിനും അതിൻ്റേതായ ടെൻഷനാണ് ലൈഫിൽ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടൈം എൻജോയ് ചെയ്യുകയാണെങ്കിൽ എൻജോയ് ചെയ്യുക. അതുകൊണ്ട് ഇഷ്ടമുള്ളതൊക്കെ പഠിച്ചോ, ഡ്രോയിങ്ങോ എന്തൊക്കെയാണ് ചക്ക ഇപ്പോൾ പഠിച്ച് പഠിത്തത്തിൻ്റെ പേരിൽ അതൊന്നും മാറ്റി വയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ സിനിമയൊന്നും കാണില്ല, നാളെ സ്കൂളുണ്ട്, നാളെ രംഷേട്ടനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടാക്കണമല്ലോ. മറ്റേന്ന് എല്ലാം കൂടെ കഴിഞ്ഞ് പിന്നെ ഓടാനൊരു മടിയാണ്. അപ്പോൾ അവരിറങ്ങിയ ഉടനെ തന്നെ ചിലപ്പോൾ ഞാൻ ഇറങ്ങും. പക്ഷെ അല്ലെങ്കിലും നാളെ കുറച്ച് നേരത്തെ ഒരു അരമണിക്കൂർ മുന്നേ നിൽക്കണം. എങ്ങാനും ഫുഡായിട്ട് ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഓടണം, രംഷേട്ടൻ ഡ്രോപ്പ് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. തൽക്കാലം നിർത്തുന്നു. ബൈ.